മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദങ്ങൾ അടങ്ങുന്ന കന്നി രാശിക്കാരുടെ വർഷം 2025 ഫെബ്രുവരി മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് ഞാൻ പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും. കേതു നിങ്ങളുടെ രാശിയിലും സൂര്യനും ബുധനും 5ാം ഭാവമായ മകരത്തിലും ചന്ദ്രനും ശനിയും 6ാം ഭാവമായ കുംഭത്തിലും ശുക്രനും രാഹുവും 7ാം ഭാവമായ മീനത്തിലും ഗുരു 9ാം ഭാവമായ ഇടവത്തിലും ചൊവ്വ 10ാം ഭാവമായ മിഥുനത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ബുധൻ ഫെബ്രുവരി 11-ാം തീയതി മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും പിന്നീട് 27-ാം തീയതി അവിടെ നിന്നും മീനം രാശിയിലേക്കും രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. അതുപോലെ ഫെബ്രുവരി 12-ാം തീയതി സൂര്യൻ മകരം രാശിയിൽ നിന്നും കുംഭത്തിലേക്കും രാശി മാറുന്നതായിരിക്കും. മാസാരംഭത്തിൽ കുംഭത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ശനി നിൽക്കുന്നത് നിങ്ങളുടെ 6ാം ഭാവവും ശനിയുടെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ്. ശനി ഇവിടെ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 6ാം ഭാവാധിപൻ ശനി നിൽക്കുന്നതും 6ാം ഭാവത്തിൽ തന്നെയാണ്. ശുക്രൻ നിൽക്കുന്നത് മീനം രാശിയിലാണ്. ഇത് ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണ്. ഇവിടെ ഫെബ്രുവരി 27-ാം തീയതി ബുധൻ പ്രവേശിക്കുന്നതായിരിക്കും. മീനം രാശി ശുക്രൻ്റെ ഉച്ചസ്ഥാനമാണെങ്കിൽ ഇത് ബുധൻ്റെ നീചസ്ഥാനവുമാണ്. പക്ഷേ ഇവിടെ ബുധന് നീചഭംഗം ഉണ്ടാകുന്നതായിരിക്കും. അതായത് ഇവിടെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും. ഇതിൻ്റെ കാരണം ഇപ്രകാരമാണ്. നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹത്തിനോടൊപ്പം മറ്റൊരു ശുഭഗ്രഹം നിൽക്കുകയും ആ സ്ഥാനം ആ ശുഭഗ്രഹത്തിൻ്റെ ഉച്ചസ്ഥാനവുമാണെങ്കിൽ അവിടെ നീചഭംഗ രാജയോഗം നിർമ്മിതമാകുന്നതായിരിക്കും. ഇവിടെ നീചസ്ഥാനത്ത് നിൽക്കുന്ന ബുധനോടൊപ്പം ഉച്ചസ്ഥനായ ശുക്രനും നിൽക്കുന്നുണ്ട്. നീചഭംഗ രാജയോഗം മറ്റ് പല കാരണങ്ങളാലും ഉണ്ടാകാറുണ്ട്. ഇതിനെക്കുറിച്ച് വിശദമായ വീഡിയോ ഞാൻ പിന്നീട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഈ മാസം വേറൊരു യോഗവും നിർമ്മിതമാകുന്നുണ്ട്. ഇത് പരിവർത്തന യോഗമാണ്. 2 ഗ്രഹങ്ങൾ സ്വരാശികളിൽ അന്യോന്യം മാറി നിൽക്കുമ്പോഴാണ് പരിവർത്തന യോഗം ഉണ്ടാകുന്നത്. ഇവിടെ ഗുരുവിൻ്റെ രാശിയിൽ ശുക്രനും ശുക്രൻ്റെ രാശിയിൽ ഗുരുവുമാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് പരിവർത്തന യോഗം ഉണ്ടാകുന്നത്. ഗ്രഹങ്ങളുടെ ഈ സ്ഥിതികളും രാശിമാറ്റങ്ങളും സഞ്ചാരമാറ്റങ്ങളും രാജയോഗങ്ങളും മറ്റും കന്നിരാശിക്കാരിൽ എന്തെല്ലാം പ്രഭാവങ്ങൾ ചെലുത്തുമെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 1ാം ഭാവത്തിൽ കേതു നിൽക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിൽ ചില്ലറ പ്രതികൂല മാറ്റങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. അതുകൂടാതെ 1ാം ഭാവാധിപൻ ബുധൻ ഫെബ്രുവരി 11-ാം തീയതി 6ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതുമായതിനാൽ ഈ സമയത്ത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമായിരിക്കും. കൂടാതെ വക്രഗതിയിലുള്ള ചൊവ്വയുടെ 4ാം ദൃഷ്ടിയും 1ാം ഭാവത്തിലാണ് പതിക്കുന്നത്. എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും ഉടനെ വൈദ്യസഹായം തേടേണ്ടത് നല്ലതായിരിക്കും. ഫെബ്രുവരി 24-ാം തീയതി മുതൽ ചൊവ്വ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ സ്ഥിതികളിൽ ആശ്വാസം ലഭിക്കുവാൻ തുടങ്ങുന്നതുമായിരിക്കും. ഭാഗ്യസ്ഥിതികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ 9ാം ഭാവത്തിൽ ഗുരു ഫെബ്രുവരി 4-ാം തീയതി മുതൽ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ഈ മാസം ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. കാര്യങ്ങളെല്ലാം തന്നെ വിഘ്നങ്ങളില്ലാതെ നടന്നു കിട്ടുന്നതുമായിരിക്കും. കോർട്ട് കേസുകളും മറ്റുമുണ്ടെങ്കിൽ അതിന് തീരുമാനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്.
ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ വിദേശ യാത്രകളാകാനും സാധ്യതകളുണ്ട്. ഉപരിപഠനം ചെയ്യുന്നവർക്ക് ഇത് അനുകൂല സമയമായിരിക്കും. ഈ സമയത്ത് ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. ഭാഗ്യസ്ഥാനാധിപൻ ശുക്രൻ ഈ സമയത്ത് തൻ്റെ ഉച്ചസ്ഥാനത്തായിരിക്കും നിൽക്കുന്നത്. ഇവിടെ ശുക്രൻ പഞ്ചമഹാപുരുഷ രാജയോഗങ്ങളിൽ ഒന്നായ മാളവ്യ യോഗവും നിർമ്മിക്കുന്നുണ്ട്. അതുകൂടാതെ ശുക്രൻ ഗുരുവിൻ്റെ രാശിയിൽ നിൽക്കുന്നതും ഗുരു ശുക്രൻ്റെ രാശിയിൽ നിൽക്കുന്നതിനാലും ഇവിടെ പരിവർത്തന യോഗവും നിർമ്മിതമാകുന്നുണ്ട്. എല്ലാം കൊണ്ടും സമയം നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. സാമ്പത്തിക വരുമാനങ്ങളിൽ വർധന ഉണ്ടാകുന്നതുമായിരിക്കും. കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങളുടെ 5-ാം ഭാവത്തിൽ ബുധാദിത്യ യോഗം നടക്കുന്നത് കരിയറിൽ ഗ്രോത്ത് ഉണ്ടാകുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഫെബ്രുവരി 11-ാം തീയതി മുതൽ ബുധൻ 6-ാം ഭാവത്തിൽ ശനിയോടൊപ്പമായിരിക്കും നിൽക്കുന്നത്. ഈ സമയത്ത് കുറച്ച് കൂടുതൽ പരിശ്രമം നിങ്ങൾക്ക് ചെയ്യേണ്ടി വരും. പക്ഷേ ചെയ്യുന്ന പരിശ്രമത്തിൻ്റെ എല്ലാവിധ ശുഭഫലങ്ങളും ലഭിക്കുന്നതുമായിരിക്കും. ഈ സമയത്ത് ധൃതി പിടിച്ച് ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഫെബ്രുവരി 24-ാം തീയതി മുതൽ 10-ാം ഭാവത്തിൽ ചൊവ്വ നേരെ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ കൂടുതൽ ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ്സിലുള്ളവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. 7-ാം ഭാവത്തിൽ ശുക്രൻ ഉച്ചസ്ഥനായി നിൽക്കുന്നതും ഇവിടെ മാളവ്യ യോഗം, പരിവർത്തന യോഗം എന്നിവ നിർമ്മിതമാകുന്നതിനാലും വ്യാപാരി വ്യവസായികൾക്ക് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. ഭാഗ്യസ്ഥാനാധിപനും ധനസ്ഥാനാധിപനുമായ ശുക്രൻ ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് ധനസംബന്ധമായ കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് പൈസ സേവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിക്ഷേപങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും. നേരത്തെ ചെയ്ത നിക്ഷേപങ്ങളിൽ നിന്നും റിട്ടേൺസും ലഭിക്കുന്നതായിരിക്കും. മേലധികാരികളുമായും സഹപ്രവർത്തകരുമായും ഒത്തൊരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് ഭാവിയിൽ പ്രയോജനങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും. മാസാരംഭത്തിൽ ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 5-ാം ഭാവത്തിൽ ബുധാദിത്യ യോഗം നടക്കുന്നത് വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാക്കുന്നതായിരിക്കും. 11-ാം തീയതി ബുധൻ 6-ാം ഭാവത്തിലേക്ക് രാശി മാറുന്നതാണ്. ഈ സമയത്തൊരു അലസത നിങ്ങളിലുണ്ടാകുവാൻ സാധ്യതകളുണ്ട്. എങ്കിലും 5-ാം ഭാവാധിപൻ ശനി 6-ാം ഭാവത്തിൽ വിപരീത രാജയോഗം നിർമ്മിക്കുന്നതിനാൽ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. 6ഉം 8ഉം 12ഉം ഭാവങ്ങളുടെ അധിപൻ 6ഓ 8ഓ 12ഓ ഭാവത്തിൽ നിൽക്കുമ്പോഴാണല്ലോ വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇത് കാരണം കടബാധ്യതകളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും. വിരോധികൾ നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുമെങ്കിലും അവർ അതിൽ പരാജയപ്പെടുന്നതായിരിക്കും. സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാകുന്നതുമായിരിക്കും. 5-ാം ഭാവത്തിൽ ബുധാദിത്യ യോഗം നടക്കുന്നത് സന്താനപക്ഷത്തെക്കുറിച്ച് എന്തെങ്കിലും ആശങ്കകളും മറ്റുമുണ്ടെങ്കിൽ അതെല്ലാം മാറാൻ സഹായിക്കുന്നതുമായിരിക്കും. ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശുക്രൻ ഉച്ചസ്ഥാനത്ത് മാളവ്യ യോഗം നിർമ്മിക്കുന്നത് ദമ്പതികൾ തമ്മിൽ നല്ല അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുവാൻ സഹായിക്കുന്നതായിരിക്കും. ജീവിത പങ്കാളിയുടെ കരിയർ, ബിസിനസ് എന്നിവയിൽ നല്ല പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ്. ഫെബ്രുവരി 27-ാം തീയതി ബുധൻ 7-ൽ പ്രവേശിക്കുന്നതും നീചഭംഗ രാജയോഗം ഉണ്ടാകുന്നതും കൂടുതൽ ശുഭഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതായിരിക്കും. നേരത്തെ മുതൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസവും ലഭിക്കുന്നതായിരിക്കും. പൊതുവെ കന്യരാശിക്കാർക്ക് ഫെബ്രുവരി മാസത്തിൽ കൂടുതലും ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.